മ്യാൻമറിൽ ഭൂചലനമുണ്ടായി 4.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. മണിപ്പൂർ, നാഗാലാൻഡ്, അസം എന്നീ സംസ്ഥാനങ്ങളിലും പ്രകമ്പനമുണ്ടായി. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, സ്മിത, ഇന്ന് രാവിലെ 6:10 ഈ ഭൂചലനം മ്യാൻമറിൽ ഉണ്ടായത്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് ഭൂചലനം. മണിപ്പൂരിലെ ഉഖ്രുലിൽ നിന്നും 27 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിൽ അപകടങ്ങളോ മറ്റ് അത്യാഹിതങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അസം, മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ജനങ്ങൾ രാവിലെ തന്നെ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഭൂചലനത്തെ തുടർന്ന് ഉണ്ടായി. മറ്റ് അത്യാഹിതങ്ങൾ ഒന്നും തന്നെ ഈ ഭൂകമ്പത്തെ തുടർന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശക്തമായ ഭൂചലനത്തിന്റെ വിഭാഗത്തിന് തൊട്ടടുത്ത് 4.7 തീവ്രതയാണ് ഈ ഭൂചലനത്തിന് രേഖപ്പെടുത്തിയത് എന്നതുകൊണ്ട് തന്നെ അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെയാണ് സാഹചര്യം നിരീക്ഷിക്കുന്നത് അധികൃതർ. കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിലും സമാനമായ റിക്ടർ സ്കെയിലിൽ 4 മുകളിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആ ഭൂചലനത്തിന്റെ ഘട്ടത്തിലും പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഉന്മേഷ്, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.